രാജൻ പിള്ള, അറ്റ്ലസ് രാമചന്ദ്രൻ, ഇപ്പോൾ CJ റോയ്. കഫേ കോഫി ഡേയുടെ വഴിയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പും. കേരളത്തിൽ നിന്നും ഉദിച്ചുയർന്ന വ്യവസായ നക്ഷത്രമായിരുന്നു രാജൻ പിള്ള. ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന് പിന്നിലെ വിജയശില്പി. വ്യവസായ പകയിൽ തീഹാർ ജയിലിലായിരുന്നു മരണം. അത് കേരളത്തെ നടുക്കി. അതിനുശേഷം ജനങ്ങളുടെ വിശ്വസ്ത സ്ഥാപനമായ അറ്റ്ലസ് രാമചന്ദ്രന്റെ വേർപാട്. UAE ജയിലിലേക്ക് രാമചന്ദ്രനെ തള്ളിവിട്ടതും സ്വർണ്ണ ബിസിനസ്സിലെ പകയാണ്. ഇപ്പോൾ CJ റോയും. ഇവിടെ രാജ്യത്തെ ആദായ നികുതി വകുപ്പ് വീണ്ടും ആരോപണമുനയിൽ എത്തുകയാണ്. CJ റോയുടെ ആത്മഹത്യയോടെ 6 വർഷത്തിനിടെ രണ്ടാമത്തെ ബിസിനസ് ഭീമനാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. 2019 കഫേ കോഫി ഡേ സ്ഥാപകൻ VG സിദ്ധാർത്ഥയുടെ ആത്മഹത്യ വലിയ വിവാദമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആദായ നികുതി വകുപ്പിന്റെ പീഡനവും മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളുമാണ് തന്നെ ഈ കടുത്ത നടപടിയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ബോർഡ് അംഗങ്ങൾക്കും ജീവനക്കാർക്കും അയച്ച കത്തിൽ കർണാടക ഗോവ റേഞ്ച് ഇൻകം ടാക്സ് മുൻ ഡയറക്ടർ ജനറൽ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരുന്ന BR ബാലകൃഷ്ണന്റെ പേര് അദ്ദേഹം പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആദായ നികുതി വകുപ്പിന്റെ പീഡനവും മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളുമാണ് തന്നെ ഈ കടുത്ത നടപടിയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ബോർഡ് അംഗങ്ങൾക്കും ജീവനക്കാർക്കും അയച്ച കത്തിൽ കർണാടക ഗോവ റേഞ്ച് ഇൻകം ടാക്സ് മുൻ ഡയറക്ടർ ജനറൽ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരുന്ന BR ബാലകൃഷ്ണന്റെ പേര് അദ്ദേഹം പരാമർശിച്ചു. ആരോപണത്തെക്കുറിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ഇപ്പോൾ അന്വേഷണവും നടത്തി. അന്നത്തെ പ്രതിപക്ഷം ആദായ നികുതി വകുപ്പിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ആ സംഭവത്തിന് വെറും 6 വർഷം പിന്നിടുമ്പോഴാണ് മറ്റൊരു ബിസിനസ് പ്രമുഖന്റെ മരണം. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബിൽഡർമാരായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കിയത്. മലയാളിക്ക് രാജൻ പിള്ളയുടെയും അറ്റ്ലസ് രാമചന്ദ്രന്റെയും വേർപാട് നൽകിയതിന് സമാനമായ മറ്റൊരു ദുഃഖവും.